ഹായ് ഹോൾ ഇന്ന് ഞാനൊരു അച്ചാർ ഉണ്ടാക്കുന്നത് അതായത് തണ്ണിമത്തന്റെ തോട് വെച്ചിട്ടുള്ള ഒരു അച്ചാർ. അപ്പൊ നിങ്ങൾ ഇത് ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. അതിനായി ഞാനൊരു മൂന്നാല് പീസ് തണ്ണിമത്തന്റെ തോട് എടുത്തിട്ടുണ്ട്. അതിന്റെ അടിഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഇതിന്റെ മേലെയുള്ള ആ പച്ച ഇത് തോല് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഇത് എല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ വളരെ നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പൊ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് നമുക്കൊന്നിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു അരമണിക്കൂർ ഇതൊന്ന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലെണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ പച്ചമുളക്. ഇതെല്ലാം വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതൊന്ന് കടുക് ഒന്ന് ചൂടായി വന്നാൽ പൊട്ടി വന്നാൽ ഇതിലേക്ക് നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് അച്ചാറിന് ഒരു കളർ കിട്ടേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളകിന്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ തണ്ണിമത്തന്റെ തോട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തണ്ണിമത്തന്റെ തോട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതാ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നല്ല അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണിഞ്ഞാൽ നമുക്ക് ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാറാണ്. നമ്മൾ നെല്ലിക്ക, പപ്പായൊക്കെ ഇങ്ങനെ അച്ചാർ ഇടില്ലേ, അതേ ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ തണ്ണിമത്തനൊക്കെ കഴിച്ചിട്ട് ബാക്കി തോട് വെറുതെ കളയല്ലേ. അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.